അവന്റെ മകനെ ആട് മേയ്ക്കാൻ പോന്നു. പിന്നെ അച്ഛനെ കൂട്ടി പോന്നു. അച്ഛനെ കൂട്ടി വരുന്നപ്പോ അപ്പോൾ ആ സ്ഥലത്ത് എത്തിയപ്പോ ഇങ്ങനെ പറഞ്ഞു, അങ്ങോട്ട് മാറിക്കേ ചെറുമക്കളുടെ വേല കാണണം. അന്ന് അതിനാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പരിയാനംപറ്റക്കാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടിഞ്ഞാറ് ദൈവക്കോട്ട, കിഴക്കേ ദൈവക്കോട്ടയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതായത് ഈ പരിയാനംപറ്റക്കാവിലെ പൂരോത്സവം ആവാറായി. അതിനോട് അനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അതിന്റെ തുടക്കം തന്നെ ഒരു ഉച്ചാറൽ വേല പറയും. അതിനിന്ന് തുടക്കമാണ്. ഇന്നത്തോടെയാണ് ശരിക്കും പൂരം ആരംഭിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഒരു കോട്ട ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നതെന്നോ, ഉച്ചാറിലൊക്കെ നമ്മൾ തോട്ടിൽ കൂടെ പോണ കാണാന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിലപ്പോൾ പല ആളുകൾക്കും അറിവുണ്ടാവില്ല. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാനും ഉത്സവത്തിന്റെ പ്രാധാന്യം ഈ ഉച്ചാറൽ വേലയോട് കൂടിയാണ് തുടങ്ങുന്നതെന്ന് അറിയിക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യണത്. ഇതിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പടിഞ്ഞാറ ദൈവക്കോട്ട വീഡിയോ ഞാൻ ചെയ്യണത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഐതിഹ്യവും ചരിത്രവും കാര്യങ്ങളൊക്കെ പറയാൻ ഇതിന്റെ കാരണന്മാരും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ കുട്ടികളുണ്ട്, ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോയിൽ കൂടെ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരുപാട് ക്ഷേത്രങ്ങളുടെയും ഒരുപാട് ആചാരങ്ങളുടെയും വ്യത്യസ്തമായ ആഘോഷങ്ങളുടെ ഒക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ അതുപോലെ പുറം ലോകത്തേക്ക് എത്തിക്കണം. കാരണം പരിയാനംപറ്റ പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശസ്തമായ പൂരമാണ്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വള്ളുവനാട്ടിലെ പ്രശസ്ത ക്ഷേത്രമാണ്. അപ്പൊ ഈ വീഡിയോ മാക്സിമം മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും നമുക്ക് എത്തിക്കണം. അതിനെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. കാരണം ഇതൊക്കെ ഒരുപാട് അറിവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. അപ്പൊ അത് എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് പടിഞ്ഞാറ് ദേവക്കോട്ട. കാട്ടുകുളം പരിയാനംപറ്റ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന ആദ്യ വഴിപാട് വേലയാണ് ഉച്ചാറൽ വേല. പരിയാനംപറ്റ പൂരത്തോളം പഴക്കം ഉച്ചാർ വേലയ്ക്കുമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. മലയാള മാസം മകരം 29 കണക്കാക്കിയാണ് ഉച്ചാറൽ വേല നടത്തുന്നത്. ഒരു കാർഷിക ഉത്സവമാണിത്. വള്ളുവനാട്ടിലെ പല ഉത്സവങ്ങളിലും ഉച്ച കഴിഞ്ഞുള്ള വേലയായതിനാൽ ഉച്ചാറൽ വേല എന്നറിയപ്പെടുന്നു. പരിയാനംപറ്റ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും 2 ഉച്ചാറൽ വേലകളാണ് വരുന്നത്. ഈ വേലകൾ വരുന്ന അമ്പലങ്ങൾ കിഴക്കേ ദൈവക്കോട്ട എന്നും പടിഞ്ഞാറേ ദൈവക്കോട്ട എന്നും അറിയപ്പെടുന്നു. ഈ അമ്പലങ്ങളിൽ പരിയാനംപറ്റ ഭഗവതി, ഗണപതി, ശങ്കരമുത്തൻ, നാഗദൈവങ്ങൾ എന്നിവയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്ര തട്ടകത്തിലെ ചെറുമൻ സമുദായ വിഭാഗക്കാരാണ് ഉച്ചാറൽ വേല വഴിപാട് നടത്തുന്നത്. പരിയാനംപറ്റ ഭഗവതിയുടെ പ്രതീകമായി സ്ത്രീവേഷം കെട്ടിയും ശരീരമാകെ നനഞ്ഞ അരിമാവ് പൂശിയും കോലങ്ങൾ തയ്യാറാവുന്നു. ഒരു പ്രത്യേക രീതിയിൽ വെള്ളമുണ്ടെടുക്കും. തലയിൽ മുണ്ട് കെട്ടിയും മാലയിട്ടുമാണ് കോലങ്ങൾ തയ്യാറാവുന്നത്. കോലങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ മുത്തശ്ശിയാർ എന്നറിയപ്പെടുന്നു. ചുവന്ന പട്ടുടുത്തും അലങ്കരിച്ച പട്ടക്കുടയും ചൂരൽ വടിയുമാണ് ഭഗവതിയുടെ പ്രതീകമായ മുത്തശ്ശിയാർ വരുന്ന രൂപം. അരിമാവ് പൂശിയ കോലങ്ങൾ രാവിലെ തന്നെ വാദ്യങ്ങളും ചിലമ്പുമായി തട്ടകത്തിലുള്ള ഓരോ വീട്ടിലും എത്തി കളിക്കും. നിലവിളക്ക് വെച്ച് വീട്ടുകാർ സ്വീകരിക്കും. നെല്ലോ അരിയോ പണമോ ഭഗവതിക്ക് പാരിതോഷികം നൽകുന്നു. തട്ടകത്തിലെ കൃഷിയിടങ്ങളെയും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നാൽക്കാലികളെയും കുടുംബാംഗങ്ങളെയും കാത്തുകൊള്ളാമെന്ന് മുത്തശ്ശിയാർ വാക്കു നൽകുന്നു. വൈകുന്നേരം 5 മണിയോടെ കോലങ്ങൾ ദൈവക്കോട്ടയിലെത്തുന്നു. മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ എല്ലാ ദൈവങ്ങൾക്കും പൂജ നടത്തുന്നു. ശങ്കരമുത്തന് കള്ളും തവിടുമാണ് പ്രധാന പൂജ. വൈകുന്നേരം ആനയെ കുളിപ്പിക്കുക എന്ന ചടങ്ങുമുണ്ട്. തുടർന്ന് 7 മണിയോടെ വാദ്യങ്ങളും മേളങ്ങളുമായി ഈ വേല ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. ക്ഷേത്രത്തിലെത്തിയ ശേഷം മകരക്കൊയ്ത്തിലൂടെ കിട്ടുന്ന നെല്ല് കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി പറയിൽ അളന്ന് ഭഗവതിക്ക് കാഴ്ചവെക്കുന്നു. അതിനുശേഷം 2 ദൈവക്കോട്ടയിലെയും കോലങ്ങൾ മാറി മാറി കളിക്കുന്നു. പേര് കുട്ടൻ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഒരു ക്ഷേത്രം, ഈ ഉച്ചാരണങ്ങളെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു ക്ഷേത്രവും മുത്തശ്ശിയാല എന്തായാലും പറയാ അല്ലെ? ഇതിനെ കുറിച്ചൊരു ചെറിയ ചരിത്രം ഐതിഹ്യം ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വരാനുള്ളൊരു കാരണം ഇതൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? അപ്പോ ഇത് ഉച്ചാറുവേല ഉണ്ടാവാൻ കാരണം ആട് മേയ്ക്കാൻ പോവായിരുന്നു. അപ്പോ കിഴക്ക് ഭാഗത്തു നിന്നുള്ള അത് ആടുവെള്ളം മേയ്ക്കാൻ പോരുമ്പോ അന്ന് കാടാണ്. പോരുമ്പോ
കാവിന്റെ അവിടെ ചെത്തി വിളിച്ചു അങ്ങനെ മാറിക്കേ എന്ന് പറഞ്ഞു വിട്ടു. ആളെ കാണില്ല. അങ്ങനെ വന്നതാണ്. അങ്ങനെ 3-4 ദിവസം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവന്റെ മകനെ ആട് വയ്ക്കാൻ പോന്നു. പിന്നെ അച്ഛനെ കൂട്ടി പോന്നു. അച്ഛനെ കൂട്ടി വരുന്നപ്പോ അപ്പോൾ ആ സ്ഥലത്ത് എത്തിയപ്പോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മാറിക്കേ ചെറുമക്കളുടെ വേല കാണണം. അന്ന് അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് വരണം എന്താ ചെയ്യുന്ന ഇവർക്ക് അറിയില്ല. അപ്പൊ മകരത്തില് വന്നാൽ മതി, നല്ല മുണ്ടൊക്കെ പിടിച്ച് ഇന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഇവര് വരാന്ന് പറഞ്ഞു. എങ്ങനെ വരുന്ന ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവര് തന്നെ തോന്നിച്ച് അരിമാവൊക്കെ തേച്ചിട്ട് പോവാ, കൊട്ടിട്ട് പോവാ. അതിന് ചണ്ടയില്ല. അപ്പൊ ഇവര് പൊള്ളമുള വെട്ടിക്കൊടുത്ത് അതിന്റെ 2 കമ്പും കളഞ്ഞ് അതിന്റെ ഉള്ളിലത്തെ പാടെടുത്ത് 2 തലക്കിലും കെട്ടി എന്നിട്ട് 2 ആള് കളിക്കാനും 2 ആള് കൊട്ടാനും അങ്ങനെ 4 ആളുകൊണ്ട് കഴിഞ്ഞാണ്. പിന്നത്തെ 2-3 കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോ പറഞ്ഞു കാരണന്മാരായിട്ട് നമുക്ക് ഒരു കോട്ട കൂടി ഉണ്ടാക്കണം. പകുതി ആൾ അവിടെ നിൽക്കുക, പകുതി ആൾ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുക. അങ്ങനെ വന്നാണ് ഈ 2 കോട്ട. അപ്പൊ പറഞ്ഞു അവിടുത്തെ അങ്ങോട്ട് പറഞ്ഞാൽ ആള് പറഞ്ഞു നമ്മുടെ ഒരു കല്ല് തരണം പറഞ്ഞത്. കല്ല് തരുന്നാ പോരാ, ഈ കല്ലാണ് കൊണ്ടുവച്ചോ, എന്നിട്ട് ഈ ഇവിടെ വന്ന് അതിന്റെ മേലെ അരിമാവ് ഇവിടെ നിന്ന് അരിമാവ് തേച്ചിട്ട് അവിടെ പോയിട്ടാണ് പിന്നെ അരിമാവ് തേക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ അച്ഛന്മാരായിട്ടുള്ളതൊക്കെ നടന്നാവും. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. എനിക്കിതില് ഞാൻ അറിയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ അത് 4ാമത്തെ തലമുറയാണ് നടത്തുന്നത്. 3 തലമുറ കഴിഞ്ഞു. അപ്പൊ ചുരുങ്ങിയത് ഒരു 500 കൊല്ലത്തിന്റെ മേലായിട്ടുണ്ടോ ഇത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു 25 കൊല്ലം മുമ്പേ അമ്പലത്തിലേക്ക് ഒരു പ്രശ്നം നടത്തണ്ടായി. അന്ന് പറഞ്ഞു ഒരു 360 കൊല്ലമായിരുന്നു എന്ന് പറഞ്ഞ ഇത് നടക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പുണ്ട് കാവാൻ, അതിന് മുമ്പുണ്ട് ഇത് നടക്കാൻ തുടങ്ങിയിട്ട് 360 കൊല്ലം ആയിരുന്നു എന്നാണ് പണിക്കന്മാര് പറഞ്ഞത്. അങ്ങനെ തന്നെ ഇത് വന്നത്. ഇവിടെ എന്നും പൂജ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അതോ ഈ ഒരു സമയത്ത് മാത്രം? ഇപ്പൊ ഇതൊക്കെ നേരാക്കിയതിന് ശേഷം 2 തവണ. അതായത് ഏതൊക്കെ സമയങ്ങളിൽ? അവിട്ടം നാളേക്ക് അവിട്ടം വരാൻ പറ്റ പൊങ്കാലുണ്ട്. അന്നാണ് ഇവിടുത്തെ പൂജ. അത് നമ്പൂരിമാരാണ്. ഇന്നിപ്പോ പൂജ ഒന്നുമില്ല. അന്ന് തന്നെ വൈകുന്നേരത്ത് അവിടെ ഒരു പൂജ ഉണ്ട്. അത് ദേശത്തെ പണിക്കരാണ് ചെയ്യാറുള്ളത്. അതിപ്പോ ഇന്നേക്ക് 12 ദിവസമായി ഇത് കഴിഞ്ഞിട്ട്, പൂജ കഴിഞ്ഞിട്ട്. 17-ാം തീയതി ആയിരുന്നു. മകരം 17, ഇംഗ്ലീഷ് 10-ാം തീയതി. 15 മകരം 17-ാം തീയതി ആയിരുന്നു പൂജ. രാവിലെ വൈകുന്നേരത്തും. അന്നൊക്കെ ഇവിടെ വൈകുന്നേരത്ത് ഇവിടെ തന്നെ ചോറൊക്കെ വെച്ച് ഇവിടെ തന്നെ അത് 4-5 കോഴി ഉണ്ടാവും. അതൊക്കെ അറുത്ത് ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് കഴിച്ചിട്ട് ആൾ പോകല്. രാത്രി ഒരു 12 മണിയാവും വീട്ടിലേക്ക് എത്താം. പിന്നെ പിറ്റേ ദിവസം വന്ന് ഒരു ആർപ്പായ അവിടെ കോഴീനെ ഇറക്കുമ്പോ അവിടെ ഒരു പായ കെട്ടണം. അങ്ങോട്ട് ഇത് കോഴീനെ അറക്കുന്നത് കാണാൻ പാടില്ല പറഞ്ഞിട്ട് അതൊക്കെ മറച്ചു വെക്കണം. എന്നിട്ടാണ് അതായത് ഈ പ്രതിഷ്ഠകൾ കാണാൻ പാടില്ല. ഈ നടുവിലൊരു പായ ഇങ്ങനെ കെട്ടും. ഈ കോഴീനെ അറക്കുന്നത് അങ്ങോട്ട് കാണാൻ പാടില്ല, അമ്മ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ പിറ്റാല് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ താഴെപ്പായ കഴിച്ചു കൊണ്ടുപോകുള്ളൂ. വെള്ളം ടെമ്മ് കൊടുത്തിട്ടുണ്ട്, വെള്ളം നിറയ്ക്കാൻ അതൊക്കെ കൊണ്ടുപോകുള്ളൂ. ഇവിടെ വല്ല വഴിപാടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? വഴിപാട് ഇപ്പൊ ഇന്ന് നേരത്തെ വയ്ക്കും. വിളക്ക് എത്തിക്കാൻ എണ്ണം തരും. പിന്നെ കഴിയുന്നത് സഹായം ആൾക്കാർ കൊടുന്ന് 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 10 ഉറുപ്പ്യ 50 ഉറുപ്പ്യ പലതരത്തിലും കൊണ്ടുവരും. ഇന്നത്തെ മാതിരി കോഴീനും കൊണ്ടുവരും. ഇത് അത് അന്ന് പ്രതിഷ്ഠ ദിവസത്തോളി. ഇന്ന് കോഴിയൊന്നുമില്ല. ഇന്നിപ്പോ ഈ ഉച്ചാറിൽ തുടങ്ങണോട് കൂടിയിട്ടല്ലേ ശരിക്കും പൂര ആരംഭം? പൂര ആരംഭം. ഇന്ന് തൊട്ട് പൂരായി. 7 ദിവസം പൂരായി. ഇതിന് ഇപ്പൊ സത്യം പറഞ്ഞത് പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിന് കാര്യമായിട്ട് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ടോ നമുക്ക്? ഞങ്ങൾക്ക് 4,500 ഉറുപ്പ്യായിരുന്നു. അതാണ് ആകെ കിട്ടണ പൈസ. അതിപ്പോ അത് കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പൊന്നും പൈസ ഒന്നുമില്ല. വെള്ളൂർ രാമശേഖരൻ ചെയർമാനായിട്ടാണ് ഇത് പൈസ തരാൻ തുടങ്ങിയത്. 4,500 ഉറുപ്പ്യ. അപ്പൊ അയാൾ ഇപ്പോഴും പൈസ കിട്ടുന്നുണ്ട്. അല്ല അതിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടൊന്നും ഇല്ല അതൊന്നുമില്ല. ഇതിപ്പോ ഈ തറ കെട്ടിയത് ജനൊക്കെ പഠിത്തമൊക്കെ എല്ലാവരും പിരിവൊക്കെ ഇതുള്ള ആൾക്കാരൊക്കെ പിരിവ് വന്നിട്ടും പിന്നെ കുറെ പൈസ ഞങ്ങൾ എടുത്തിട്ടും ഒക്കെ ആയിട്ടാണ്. ഇനിയും പൂർത്തിയായിട്ടില്ല. ഒരു മതിൽ കെട്ടാണ്ട് ഇവിടെ ഒരു ഗേറ്റ് വെക്കണം. ആ മതിൽ കുറച്ചുകൂടി ഉയർത്തണം. ജനം പഠിക്കാണ്ട് സ്ഥലം പണിയുണ്ട്. അതിന് കാശില്ലാതാണ് എന്നെ സാധിക്കുന്നത്. നമസ്കാരം, പേര്? രാമൂട്ടി. എന്താ രാമേട്ടന് നമ്മുടെ ഈ ഒരു അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്?
ഞങ്ങൾക്കിപ്പോ പറഞ്ഞ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ആട് വിട്ട് പോകുമ്പോ വടക്കേ നടയിൽ കൂടി ആനാറിക്കുന്ന് അല്ല കിഴക്കേ നട കാവിലക്കുന്നത്ത് കൂടി ആട് വിട്ട് വെച്ചിട്ട് അങ്ങോട്ട് ആനാറി ആറാട്ടോളത്തിന്റെ അവിടെ പോണം. അപ്പൊ അത് അതിയെ പോകുമ്പോ അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. അപ്പൊ ആളൊന്നും കാണുന്നില്ല അത്ര. അപ്പൊ അച്ഛനോട് പറഞ്ഞു മകൻ ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ നാളെ ഞാനും പോരാ എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടാളും കൂടി പോകുമ്പോ ഇതേപോലെ അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. പിന്നെ അത് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെ അവർക്ക് ദർശനം കിട്ടിയത്രേ. രാത്രി ദർശനം കിട്ടി മാവ് തേച്ചിട്ട് കോലം കെട്ടിട്ട് പടിഞ്ഞാറ് നടയിൽ കൂടി വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്ന് വെച്ചാൽ ചെണ്ടൊന്നുമില്ല അത്ര. അപ്പൊ അവര് മുളയുടെ ഇത് എടുത്തിട്ട് കൊട്ടിയിട്ട് ചാടി മറിഞ്ഞ് കളിച്ച് ഇവിടെ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൽ വന്ന് അവരുടെ കളി കഴിഞ്ഞു. പിന്നെ അങ്ങനെ ആ കൊല്ലം കഴിഞ്ഞു. പിറ്റത്തെ കൊല്ലത്ത് അതേപോലെ തന്നെ 2-3 മറി അങ്ങനെ കളിച്ചു ഇത്ര വരും. അപ്പൊ ഇവർക്ക് ഒരു മാറ്റാനായിട്ട് വേണം. അതിനാണ് കിഴക്കൻകോട്ട വെച്ചത്. അത് കിഴക്കൻകോട്ട അവിടെ നിന്ന് ഒരാള് വന്നിട്ട് ഇവിടെ മാവ് തേച്ചിട്ട് അവിടെ ചെല്ലണം. എന്നിട്ടാണ് അവര് അവിടെ മാവ് തേച്ചിട്ട് കളിക്കാൻ പാടുള്ളൂ. പണ്ടത്തെ ആചാരം അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പിരിപ്പൊന്നുമില്ല. ഒക്കെ അറിയുന്നവരാകുമ്പോ അവിടെ നിന്ന് വേല കെട്ടിട്ട് അങ്ങനെ അവര് കാവിലിക്ക് വരും. ഞങ്ങൾ ഇവിടുന്ന് കെട്ടിട്ട് കാവിലിക്ക് ചെല്ലും. ഞങ്ങൾ കഴിയുന്ന വീട് ഞങ്ങൾ ഇതേ കളിച്ചിട്ട് പടിഞ്ഞാറേ നടയിൽ കൂടി വരും. ചില കൊല്ലം അവര് ആദ്യം വരും, ചില കൊല്ലം ഞങ്ങൾ ആദ്യം ചെല്ലും. അത്ര മാത്രമല്ല ഞങ്ങൾക്ക് വിവരമുള്ളൂ. അച്ഛൻ അത്ര മാത്രം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങള് ഞങ്ങള് 4ാമത്തെ തലമുറ നടത്തുന്നത്. എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത്? അടുത്തേക്ക് ഈ വിളക്കല് കാട്ടി ഞങ്ങളെ അവൾക്ക് ഓപ്പറേഷന് പോവാ. അപ്പൊ അവള് പ്രാർത്ഥിച്ചത് അമ്മ പെട്ടെന്ന് എന്റെ കണ്ണ് ഓപ്പറേഷൻ ഒരു കരാറൊന്നും വരാതെ ഞാൻ വിളക്ക് ചാർത്തിക്കോളാ പറഞ്ഞിട്ട് പെങ്ങള് ചാർത്തിയ വിളക്കാണ്. അസുഖം മാറി. അസുഖം മാറി. കണ്ണ് ഇതില് കുഴപ്പമൊന്നുമില്ലാതെ മാറി. അപ്പൊ വയ്യാതായാലും ഇപ്പൊ വന്നിട്ടില്ല. മുറിയനിലയാണ് വന്നത്. വരുന്നൊരു വേലയാണ് പടിഞ്ഞാറൻ കോട്ട എന്ന് പറഞ്ഞത്. അത് പടിഞ്ഞാറ് നടക്കലെന്ന് ആദ്യം ഇങ്ങനെ ആടുകൾ മേയ്ക്കാൻ പോകുമ്പോ അവരുടെ കാരണന്മാര് ആയിട്ട് ഉണ്ടായ വേലയാണ് അത്. ആട് മേയ്ക്കാൻ പോയപ്പോ ആൾക്കാര് കണ്ടപ്പോ അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞു അത്ര അച്ഛനോട്, അവരുടെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. പിന്നാലെ പോയപ്പോ അച്ഛനും ഇത് തന്നെയാണ് അനുഭവം. അങ്ങനെ വന്നു. അന്ന് രാത്രി അവരിനെ സ്വപ്നം കാണിച്ചു. ഇങ്ങനെ പടിഞ്ഞാറ് വേല ഒരു കോലം വരഞ്ഞു കാണണം ചെറിയ എന്ന് പറഞ്ഞിട്ട്. അത് അവിടെ പോയിട്ട് അപ്പൊ ഇവർക്ക് ഇതൊന്നും അറിയില്ല, എങ്ങനെ കെട്ടണ്ടെന്നൊന്നും അറിയില്ല. കുറച്ച് മുണ്ടോളൊക്കെ ഉടുത്ത് പിന്നെ മുണ്ട് പാളൊക്കെ ചേന്തി കൊടുന്നിട്ട് അതിന്റെ ഇതുണ്ട് മുളയമ്മൽ കെട്ടിയിട്ട് അവര് കൊട്ടി പാടി ചാടി മറിഞ്ഞുകൊണ്ട് വന്നു. കാവില് വന്നിട്ട് അവര് കളിച്ച് അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ അവർക്കൊരു മാറ്റാനായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ കിഴക്കുന്ന ഒരു ചെറിയ മക്കളുടെ ഭൂതം വരണമെന്നായി. അപ്പൊ ഇവിടെ ഒരു കല്ലും മണ്ണും കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഒരാള് വേല കെട്ടിയിട്ട് അവിടെ ചെന്നാലാണ് അവർക്ക് വേല കെട്ടാൻ പാടുള്ളൂ. അങ്ങനെ നടന്നു കുറെ കാലം.